ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 471 ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ടീം ഓസീസിന്റെ കടമങ്ങ് തീർത്തു കൊടുത്തിട്ടുണ്ട്. രാജാവിന്റെ ചെറുത്തുനിൽപ്പിൽ ടീം ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നു. ഓസ്ട്രേലിയക്കെതിരെ 4 വിക്കറ്റിന്റെ വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നതും. കിങ് കോഹ്ലിയും കുങ്ഫു പാണ്ഡ്യയും അതുപോലെ തന്നെ KL രാഹുലും ഒക്കെ പൊളിച്ചടുക്കിയപ്പോൾ തീർച്ചയായിട്ടും ടീം ഇന്ത്യ അർഹിച്ചൊരു വിജയം തന്നെ ഇവിടെ സ്വന്തമാക്കുകയായിരുന്നു. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിലൊക്കെ ഓസ്ട്രേലിയ മികച്ച രീതിയിൽ തന്നെ പൊരുതുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കിങ് കോഹ്ലി നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് ഇനി കളിയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മളൊക്കെ വലിയ ടെൻഷൻ അടിച്ച് തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നതും. പക്ഷേ ഒടുവിൽ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ICC WTC ഫൈനൽ 2023, ICC ODI വേൾഡ് കപ്പ് ഫൈനൽ 2023, അതേപോലെ തന്നെ ICC T20 വേൾഡ് കപ്പ് ഫൈനൽ 2024, ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ 2025. ദിസ് ഈസ് പീക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. 4 കോൺസിക്യൂട്ടീവ് ഫൈനൽസ് ഫോർ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. അതെ, തീർച്ചയായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റ് അതിന്റെ മൂർച്ഛാവസ്ഥയിലാണ്. നമ്മൾ കണ്ടതാണല്ലോ, ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 264 റൺസിന് പുറത്തായപ്പോൾ ഇന്ത്യ 48.1 ഓവറിലാണ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 267 റൺസ് നേടിക്കൊണ്ട് വിജയം കരസ്ഥമാക്കുന്നത്, ഫൈനലിലേക്ക് പോകുന്നതും. കിങ് വിരാട് കോഹ്ലി, അല്ലെങ്കിലും ഒരു ICC ടൂർണമെന്റ് വരുമ്പോൾ പ്രത്യേകിച്ചും നോക്കൌട്ട് മത്സരങ്ങളിൽ ടീം ഇന്ത്യക്ക് വേണ്ടി ഇത്രത്തോളം രക്ഷക സ്ഥാനവേഷം അണിഞ്ഞ മറ്റൊരു താരം ആരാണ്? വിരാട് കോഹ്ലിയുടെ പൊളിച്ചടുക്കിയ ഒരു സ്കോറിംഗ് തന്നെയാണ് നമ്മൾ കണ്ടിരുന്നതും. അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ വിശ്വസ്തനാണ്. ടീം ഇന്ത്യക്ക് എപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്ന താരമായിട്ട് ODI ഫോർമാറ്റിൽ ശ്രേയസ് അയ്യർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. KL രാഹുലും ഹാർദിക് പാണ്ഡ്യയും ഒക്കെ അവരുടേതായിട്ടുള്ള തകർപ്പൻ സംഭാവന കൂടി വന്നപ്പോൾ ടീം ഇന്ത്യ രാജകീയമായി കൊണ്ട് തന്നെ ഫൈനലിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. നമുക്ക് സ്കോർ ബോർഡിനെ കുറിച്ച് കൂടി ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ സ്റ്റീവ് സ്മിത്തിന്റെയും അതുപോലെ തന്നെ അലക്സ് കാരിയുടെയും ട്രാവിസ് ഹെഡിന്റെയും ഒക്കെ മികച്ച ബാറ്റിംഗ് പ്രകടനത്തിന്റെ മികവിലാണ് 264 റൺസിലേക്ക് എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു പിച്ചിൽ അതൊരു ഭേദപ്പെട്ട സ്കോർ തന്നെയായിരുന്നു. പക്ഷേ ടീം ഇന്ത്യയെ തോൽപ്പിക്കാൻ ആ ഒരു സ്കോർ ഓസ്ട്രേലിയക്ക് മതിയാവുമായിരുന്നില്ല. പ്രത്യേകിച്ചും ചേസ് മാസ്റ്റർ കിങ് വിരാട് കോഹ്ലി ഉള്ളപ്പോൾ. മറുപടി ബാറ്റിംഗിൽ എന്നാൽ പവർ പ്ലേക്കുള്ളിൽ തന്നെ ശുഭ്മൻ ഗില്ലിനെ നഷ്ടമാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ 8ാമത്തെ ഓവറിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും നഷ്ടമാവുന്നു. 28 റൺസ് നേടിയ താരം പുറത്താകുമ്പോൾ ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ 43 റൺസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നതും. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ നിന്നും വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യറും ചേർന്നുകൊണ്ട് ടീം ഇന്ത്യയെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. ഇരുവരും ചേർന്ന് 91 റൺസിന്റെ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കുന്നു. 45 റൺസ് നേടിയ ശ്രേയസ് അയ്യരെ എന്നാൽ ഒടുവിൽ ആദം സാംബ ബോൾഡാക്കി വിടുകയായിരുന്നു. 51 റൺസ് എടുത്തപ്പോൾ വിരാട് കോഹ്ലിയുടെ ക്യാച്ച് മാക്സ്വെൽ കൈവിട്ട് കളഞ്ഞതും ഓസ്ട്രേലിയക്ക് വലിയ തലവേദനയുണ്ടാക്കി. അക്സറുമായി 44 റൺസും അതുപോലെ തന്നെ KL രാഹുലുമായി 47 റൺസിന്റെ പാർട്ണർഷിപ്പും ബിൽഡ് ചെയ്തെടുക്കാൻ വിരാട് കോഹ്ലിക്ക് സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അക്സർ 27 റൺസ് നേടി പുറത്താവുമ്പോൾ വിരാട് കോഹ്ലി 84 റൺസ് നേടിയാണ് പുറത്താവുന്നത്. കോഹ്ലിയുടെ വിക്കറ്റും ആദം സാംബയ്ക്കാണ് ലഭിക്കുന്നത്. 46 ഓവറുകൾ പിന്നിടുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 238 റൺസ് എന്ന നിലയിൽ. തീർച്ചയായിട്ടും കോഹ്ലി നഷ്ടപ്പെട്ടതിന് ശേഷം ഇന്ത്യ ഇനി എവിടേക്കായിരിക്കും, ഏത് സാഹചര്യത്തിലൂടെയായിരിക്കും കടന്നു പോവുക എന്നുള്ള വലിയ ടെൻഷൻ ആരാധകർക്കുണ്ടായിരുന്നു. പക്ഷേ ഹാർദിക് പാണ്ഡ്യ വരുന്നു, ഹൃദയം കീഴടക്കുന്നു, പോകുന്നു, അത് തുടരുകയാണ്. ഹാർദിക് പാണ്ഡ്യ തുടരെ സിക്സറുകളൊക്കെ പറത്തിക്കൊണ്ട് ടീം ഇന്ത്യയുടെ വിജയലക്ഷ്യം 18 പന്തിൽ 12 റൺസാക്കി കുറക്കുന്നു. 48ാം ഓവറിൽ ഹാർദിക് പാണ്ഡ്യ പുറത്താവുമ്പോൾ ഇന്ത്യ വിജയത്തിന് 6 റൺസ് മാത്രം അകലെ. KL രാഹുൽ ഒരു തകർപ്പൻ സിക്സർ നേടിക്കൊണ്ട് ടീം ഇന്ത്യയെ രാജകീയമായി കൊണ്ട് ഫൈനലിലേക്ക് കൊണ്ടുപോകുന്ന പ്രകടനവും നടത്തി. അതും കാണാതെ പോകരുത്, എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ രാജകീയമായി കൊണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ കങ്കാരൂസിനെ പുറത്താക്കിക്കൊണ്ട് ടീം ഇന്ത്യ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.